ഹലോ ഫ്രണ്ട്സ്, ഈ പിക്ചറിലെ പുട്ട് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്തുട്ട പുട്ടെന്ന്. ഇതൊരു സ്പെഷ്യൽ പുട്ടാണ്. ചെറിയ പ്രായത്തിൽ അരിയൊക്കെ അരച്ച അമ്മമാർ ഇതുപോലെ ഇങ്ങനെ ഉരുട്ടി പുട്ടുണ്ടാക്കി തന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇപ്പോൾ നമ്മുടെ ബിസി ലൈഫിൽ ആർക്കും തന്നെ അങ്ങനെയൊന്നും ടൈം സ്പെൻഡ് ചെയ്ത് പുട്ടുണ്ടാക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ ഇത്തരത്തിലൊരു പുട്ടുണ്ടാക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതാ ഈ തടിച്ചുരുണ്ട സൂചി പോലെ ഇരിക്കുന്ന ഈ പുട്ടിന് ഞങ്ങളുടെ കണ്ണൂർ സൂചിപ്പുട്ട് എന്നാണ് പറയുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ പുട്ടുണ്ടാക്കുവാനായി ഒരു സ്റ്റീൽ ബൗൾ നമ്മൾ എടുക്കുന്നതായിരിക്കും നല്ലത്. അതിന് അടപ്പുണ്ടെങ്കിൽ വളരെ നല്ലത്. ഞാനിപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പാത്രമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി നമ്മുടെ പൊടി അളന്നെടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് സാധാരണ നമ്മൾ ഇടിയപ്പവും പത്തിലും ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ്. ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിപ്പിച്ചുണ്ടാക്കുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടിയപ്പപ്പൊടി ഉപയോഗിക്കാം. അപ്പോൾ 1 കപ്പ് നിറയെ പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് ഈ പൊടി മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുഴച്ചെടുക്കുവാൻ ആവശ്യമായ ചൂടുവെള്ളം തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിൽ അല്പം വെള്ളമെടുത്ത് തിളപ്പിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുകയാണ്. ഇത് ഏകദേശം ഒരു 3 കപ്പോളം വെള്ളമുണ്ട്. നമുക്ക് ഓരോരുത്തരുടെയും പൊടിക്കനുസരിച്ച് നമുക്ക് വെള്ളത്തിൻ്റെ അളവിൽ ഡിഫറൻസ് ഉണ്ടാകും. അത് ഓരോ അരിയുടെയും വ്യത്യാസം പോലെ ഇരിക്കും. നമുക്ക് ആവശ്യാനുസരണം വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം. ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. നല്ല രീതിയിൽ തിള വരുന്നത് വരെ തിളപ്പിച്ചെടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന അരിപ്പൊടി ഒന്ന് എടുത്തിട്ട് നമുക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ ഉപ്പൊക്കെ ഇതിൽ നന്നായിട്ടൊന്ന് മിക്സായി വരട്ടെ. ഞാനിപ്പോൾ ഇവിടെ ഒരു വിസ്ക് വെച്ചാണ് ഇത് ഇളക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പൂണ് വെച്ചായാലും ഇളക്കിയെടുക്കാം. ഇനി നമ്മുടെ ഈ തിളച്ച വെള്ളം നമുക്ക് ചൂടോടുകൂടി തന്നെ ഈ പൊടിയിലേക്ക് അല്പാൽപമായി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ചൂടോടുകൂടി തന്നെ നമ്മളിത് ഇളക്കി യോജിപ്പിക്കണം. അപ്പോഴേ നമുക്ക് നമ്മുടെ പൊടി നല്ല സോഫ്റ്റായിട്ട് മാവായി മാറുകയുള്ളൂ. അപ്പോൾ നമ്മൾ ചൂടോടുകൂടി കൈ ഉപയോഗിച്ച് യോജിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇത്തരത്തിലൊരു വിസ്ക് വെച്ച് യോജിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൈ കൊണ്ട് ചെയ്യുന്ന അതേ ഒരു എഫക്റ്റാണ് നമുക്ക് ഈ വിസ്ക് വെച്ച് ചെയ്യുമ്പോൾ കിട്ടുക. അപ്പോൾ നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. നമ്മൾക്ക് നമ്മുടെ ഈ മാവ് ഇടിയപ്പത്തിൻ്റെ അത്രയും ലൂസായിട്ട് കിട്ടണ്ട, അല്പം ഒരു ടൈറ്റായിട്ടാണ് ഇരിക്കേണ്ടത്. എന്നാൽ നല്ല രീതിയിൽ വെന്ത് കിട്ടുകയും വേണം. ഇടിയപ്പത്തിൻ്റെ അത്രയും ലൂസായി കഴിഞ്ഞാൽ നമ്മൾ ഈ സൂചി ഉണ്ടാക്കുന്ന ടൈമിൽ അവ തമ്മിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ പുട്ടൊക്കെ ഒട്ടിയിരിക്കാനാണ് സാധ്യതയുണ്ടാകുക. അപ്പോൾ അല്പം ടൈറ്റോടുകൂടി വേണം നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കുവാനായിട്ട്. നന്നായിട്ട് കുഴച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഇതൊന്ന് യോജിപ്പിച്ച ശേഷം നമുക്കിതൊരു 5 മിനിറ്റ് വരെ അടച്ച് വയ്ക്കാം. അപ്പം നമ്മുടെ ആ ചൂട് ആവിയിൽ കൂടെ നമ്മുടെ പുട്ട് നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടും. ഇപ്പോൾ ഏകദേശം ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ അല്പം ഒന്ന് പോയിട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കൈ വെച്ച് നമ്മുടെ ചപ്പാത്തിയൊക്കെ കുഴയ്ക്കുന്നത് പോലെ നല്ല രീതിയിൽ കുഴച്ചെടുക്കാം. നമ്മളിതിലേക്ക് എണ്ണയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കൈവച്ച് തന്നെ നല്ല രീതിയിൽ കുഴച്ച് കൊടുക്കാം. നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ പൊടി വെള്ളത്തിൽ വെന്ത് കഴിഞ്ഞാൽ ഏകദേശം ഇരട്ടിയോളം സൈസ് ആവും. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഉപ്പ് വളരെ കുറഞ്ഞു പോവാൻ പാടില്ല. അപ്പോൾ നമുക്ക് നന്നായിട്ട് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പരന്ന പാത്രം എടുക്കാം. പണ്ടൊക്കെ നമ്മളിതിന് മുറം ആണ് ഉപയോഗിച്ചിരുന്നത്. നിങ്ങളുടെ കയ്യിൽ മുറം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് ഒരു പേപ്പർ വെച്ചിട്ട് അതും ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു വലിയ പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അല്പം അരിപ്പൊടി തന്നെ തൂവി കൊടുക്കാം. നിങ്ങൾ അരിപ്പൊടി തന്നെ തൂവാൻ വേണ്ടി ശ്രദ്ധിക്കണം. മൈദയൊന്നും ഇതുപോലെ തൂവി കൊടുക്കരുത്. നന്നായിട്ട് എല്ലായിടത്തും നമ്മുടെ അരിപ്പൊടി ഒന്ന് തേച്ച് വയ്ക്കുക. ഇനി ഈ പുട്ടുണ്ടാക്കുവാനായിട്ട് നമ്മൾ ഈ കാണുന്ന ഇത്തരത്തിലുള്ള അച്ചാണ് ഉപയോഗിക്കേണ്ടത്. നമ്മൾ മിക്സ്ചറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന വലിയ അച്ച്. അപ്പോൾ നമുക്ക്
ഈ അച്ച് നമ്മുടെ സേവനാഴിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് പകുതിയോളം ഉരുളയെടുത്ത് നന്നായിട്ട് ഉരുട്ടി ഇതുപോലെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ സേവനാഴി അടച്ചു കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ പൊടി തൂവി വെച്ചിരിക്കുന്ന പ്ലേറ്റിലേക്ക് നമ്മുടെ സേവനാഴിയിൽ നിന്ന് മെല്ലെ മാവ് പുറത്തേക്ക് എടുക്കുക. കണ്ടോ? അപ്പോൾ ഇതുപോലെ മാവ് വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്കത് പരസ്പരം മുകളിൽ വരാത്ത രീതിയിൽ എല്ലായിടത്തേക്കുമായിട്ട് മെല്ലെ തിരിച്ചു കൊടുക്കാം. വളരെ ശ്രദ്ധയോടെ വേണം നമ്മൾ ഈ പ്രോസസ്സ് ചെയ്തെടുക്കുവാനായിട്ട്. ഇപ്പം നമ്മുടെ മുഴുവൻ മാവും ഇതുപോലെ നമ്മൾ ചെയ്തു വച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന് മുകളിലേക്ക് അല്പം അരിപ്പൊടി വിതറി കൊടുക്കാം. അപ്പോൾ തമ്മിൽ ഒട്ടിച്ചേർന്നിരിക്കാതിരിക്കുവാൻ വേണ്ടിയാണ്. വളരെ കുറേ പൊടിയൊന്നും ഇതുപോലെ തൂവി കൊടുക്കേണ്ട, അല്പം ഒന്ന് തൂവി കൊടുത്താൽ മതിയാവും. കൈവച്ച് മെല്ലെ നമുക്കിത് ഓരോ ലെയറാക്കിയിട്ട് മാറ്റിയെടുക്കാം. ഇതുപോലെ മെല്ലെ നമ്മളിങ്ങനെ കൈവച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്കിത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ കിട്ടിക്കോളും. നമ്മുടെ മാവ് കറക്റ്റ് കൺസിസ്റ്റൻസിയിലായിരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചിരുന്നാൽ മതി. ലൂസായി പോവരുത് നമ്മുടെ മാവ്. ഒത്തിരി ടൈറ്റായി കഴിഞ്ഞാൽ നമ്മുടെ പുട്ട് ഹാർഡായിട്ടാണ് നമുക്ക് കിട്ടുക. നമ്മുടെ മാവ് കറക്റ്റ് കൺസിസ്റ്റൻസിയിലായാൽ മാത്രമേ നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. കൈവച്ച് ഇതുപോലെ നമുക്ക് നമ്മുടെ എന്താ പറയുക, നമ്മൾ ആ മാവിൽ നിന്ന് എടുത്തിട്ടുള്ള നമ്മുടെ ആ ഒരു സൂചികൾ എത്രത്തോളം ചെറുതായി വരണമോ അത്രയും തവണ നമ്മളിങ്ങനെ കൈകൊണ്ടാക്കി കൊടുത്താൽ അത്രയും ചെറുതായി കിട്ടുന്നതാണ്. അല്ല നിങ്ങൾക്ക് ഒരു മാഗിയുടേതൊക്കെ പോലുള്ള ഒരു പരുവത്തിൽ മതിയെങ്കിൽ ഒരുപാടൊന്നും കൈവച്ച് ഇളക്കിയെടുക്കേണ്ട. നമുക്കിതിന് തേങ്ങ ആവശ്യമാണ് നമ്മുടെ പുട്ടുണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്നത് പോലെ നമ്മുടെ പുട്ട് കുറ്റിയെടുത്ത ശേഷം അതിലേക്ക് അല്പം തേങ്ങ ചേർക്കാം. നമ്മുടെ സൂചികളും ഇതിലേക്ക് മെല്ലെ മെല്ലെ ചേർത്ത് കൊടുക്കാം. വളരെ കുത്തി നിറച്ചൊന്നും നമ്മുടെ പുട്ട് ഉണ്ടാക്കിയെടുക്കേണ്ട. മെല്ലെ മെല്ലെ ഇതുപോലെ വിതറി കൊടുത്ത് വേണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാനായിട്ട്. നമ്മൾ പ്രസ് ചെയ്തൊക്കെ പുട്ടുണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പുട്ടുകൾ തമ്മിൽ, അതായത് സൂചികൾ തമ്മിൽ ഒട്ടിച്ചേർന്ന് വളരെ ടൈറ്റായിട്ടുള്ള ഒരു രീതിയിലാണ് നമുക്ക് പുട്ട് കിട്ടുക. അപ്പോൾ കൈവച്ചൊന്നും അമർത്താതെ മെല്ലെ മെല്ലെ ഇട്ട് കൊടുത്ത് നമുക്കിത് ആവിയിൽ വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഞങ്ങൾ ഈ പുട്ടിനെ സൂചിപ്പുട്ട് എന്നാണ് വിളിക്കുക. നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് ഇതിനെ വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താണ് പറയുക എന്ന് എനിക്കറിയില്ല. യൂട്യൂബ് മുഴുവനായിട്ടും ഞാൻ ഈ പുട്ടിൻ്റെ പേരിന് വേണ്ടി സെർച്ച് ചെയ്തിട്ട് എനിക്കൊരു പേരും കിട്ടിയിട്ടില്ല. ഇത്തരത്തിലൊരു പുട്ടേ ഞാൻ യൂട്യൂബിൽ എവിടെയും തന്നെ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാം. പുട്ട് നല്ല രീതിയിൽ ആവി വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പിന്നെ നമ്മൾ പുട്ട് കുത്തനെ തന്നെ കൂടുതൽ നേരം പിടിച്ച് നിൽക്കാൻ പാടില്ല. പെട്ടെന്ന് തന്നെ ഇതുപോലെ ചരിച്ച് പിടിച്ച് പുട്ടുകുറ്റിയുടെ മുകളിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്ത് പെട്ടെന്ന് തന്നെ നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് കുത്തിയിട്ട് എടുക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ പുട്ടിൻ്റെ മാവ് പെട്ടെന്ന് തന്നെ അമർന്ന് പുട്ട് വളരെ കട്ടിയായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് വേണം ചെയ്തെടുക്കുവാൻ. പുട്ട് വെന്ത ഉടനെ കുത്തി ചരിച്ച് പിടിക്കുക. ശേഷം തണുത്ത വെള്ളം ഒഴിച്ച ശേഷം ഇതുപോലെ പെട്ടെന്ന് തന്നെ കുത്തിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ പുട്ട് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴും നൂൽപുട്ടും ഇടിയപ്പവും ഒക്കെ കഴിച്ച് നിങ്ങൾക്ക് മടുത്തിട്ടുണ്ടാവില്ലേ? അപ്പോൾ ഒരു വെറൈറ്റിക്ക് ഈ ഇത്തരത്തിലൊരു പുട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായും ഇഷ്ടമാകും. ഇത് മെയിനായിട്ട് നമുക്ക് തേങ്ങാപ്പാലിൻ്റെ കൂടെയാണ് നല്ലൊരു കോമ്പിനേഷൻ. കറികൾക്കൊന്നും വലിയൊരു സ്വാദുള്ളതായിട്ട് തോന്നിയിട്ടില്ല. തേങ്ങാപ്പാലിൻ്റെ കൂടെ ഉഗ്രൻ കോമ്പിനേഷനാണ്. തേങ്ങാപ്പാലും പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാകുന്ന ഒരു പുട്ടാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങളുടെ കമൻസും വിഷസും ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക്